അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. നമ്മളിൽ എല്ലാവർക്കും എല്ലാം തികഞ്ഞവർ ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവും. അത് മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു നാമമുണ്ട്. അത് നമ്മൾ പതിവാക്കി ചൊല്ലിയാൽ നമുക്ക് എന്ത് പ്രയാസമാണോ അനുഭവപ്പെടുന്നത് അത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് മാറ്റിക്കിട്ടും. അത് ഉറപ്പാണ്. ഒരുപാട് ഔലിയാക്കറൊക്കെ പറഞ്ഞ ഒരു ടിപ്സാണിത്. നമുക്ക് എല്ലാവർക്കും ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരാഗ്രഹം ഉണ്ടാവും. എല്ലാം അള്ളാഹു സാധിപ്പിച്ച് തന്നതായിട്ട് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വേണം, ഒന്നെങ്കിൽ കടം വീടാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടാവും. എന്തുമാവട്ടെ നമുക്ക് ഈ ഒരു ഇസ്മിനെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഒരു ഇസ്മ പതിവാക്കുന്നവർക്ക് ശരീരത്തിന് നല്ല ശക്തിയും മനോധൈര്യവും, ശത്രുവിൻ്റെ ഹൃദയത്തിൽ ഇവനെ തൊട്ട് ഭയവും ഉണ്ടാവും. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത, ദരിദ്രനെങ്കിൽ ഐശ്വര്യം കിട്ടും, കടം വീടാൻ പറ്റും. ഭയന്ന അവസ്ഥയിൽ ചൊല്ലിയാൽ സംരക്ഷണം കിട്ടും, സുരക്ഷ. ജയിലിൽ അകപ്പെടുമ്പോഴും ഇത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താലും മോചനം കിട്ടും. നമുക്ക് മുഷിപ്പ് നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇത് ചെല്ലുന്നതെങ്കിൽ ആ ഒരു മുഷിപ്പ് മാറിക്കിട്ടും, സന്തോഷ അവസ്ഥ നമുക്ക് വരും. യാത്രക്കാരൻ ചൊല്ലിയാൽ സുരക്ഷിതനായി കുടുംബത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഉദ്യോഗസ്ഥരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു മുതലാളിയിൽ നിന്ന് നമുക്കൊരു ഭയം തോന്നിയാൽ ഈ ഒരു ഇസ്മ നമുക്ക് ചൊല്ലാം. ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടേണ്ട കാര്യം നമുക്ക് നേടിക്കിട്ടും. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹം ചൊല്ലിയ വാക്യം ഖുർആൻ പറയുന്നുണ്ട്. ഈ ഒരു ഇസ്മ ഉള്ള ഒരു വാക്യമാണ്. ഇതിനാൽ അള്ളാഹു അവരെ ജയിൽ മോചിതനാക്കുകയും മുസ്ഫറിൽ ഭരണാധികാരി ആക്കുകയും ചെയ്തു. ആരിഫീങ്ങൾ പറയുന്നു, വല്ലവനും മഈശത്ത് ജീവിത മാർഗങ്ങൾ ഞെരുക്കമായാൽ അവൻ്റെ കൈവശം ഒന്നുമില്ല. കൊടിയ ദാരിദ്ര്യവും ആണെങ്കിൽ അവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവൾക്ക് തൃപ്തിയില്ലാത്തതിനാലോ അവൻ്റെ ദാരിദ്ര്യത്തിലോ അവനതിന് കഴിയാതെ വന്നാൽ, അല്ലെങ്കിൽ ഒരു രോഗി വൈദ്യന്മാർ ചികിത്സിച്ച് ഭേദമാക്കുന്നതിൽ അശക്തിയായാൽ, നമുക്ക് ഭേദമായിട്ടില്ലെങ്കിൽ എന്നാൽ ഇത്തരക്കാരുടെ ഉളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ശേഷം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ ഒരു ദിക്റില്ലേ, ശേഷം ആ ഒരു ദിക്റ് നമ്മൾ ചൊല്ലുക. 129 തവണ ചൊല്ലി നമുക്ക് എന്താണോ കാര്യം അത് നീയത്ത് വെച്ച് 129 തവണ നല്ല നീയത്തോട് കൂടിയിട്ട് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരും. ആ ഒരു ദിക്റാണ് യാ ലത്തീഫ്. യാ ലത്തീഫ് എന്നുള്ള ആ ഒരു ദിക്ർ 129 തവണ നമ്മൾ ചൊല്ലുക. നമ്മുടെ ആഗ്രഹം ചൊല്ലി സുബഹി നിസ്കാര ശേഷം ചൊല്ലി ദുആ ചെയ്യുക. നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം കൂലി കിട്ടും. അല്ലാഹു ലത്തീഫ് എന്ന് ചൊല്ലിയാൽ, നമ്മൾ ദിവസവും 9 തവണ ചൊല്ലിയാൽ നമുക്ക് ദാരിദ്ര്യമില്ലാണ്ട് നമ്മുടെ ഭക്ഷണത്തിന് വിശാലത ലഭിക്കും. ഇത്ര വളരെ ഉപകാരപ്പെട്ട ഒരു ദിക്റാണ് ഇത്. നമുക്ക് അള്ളാഹു നിധിയായിട്ട് തന്നത് ആണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇതിന് നല്ല ഫലം ഉണ്ടാവും എന്ന് ഒരു ഉറച്ച വിശ്വാസത്തോടെ ചൊല്ലുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം ഉണ്ടാവും. ഒരു 2 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിത്തുടങ്ങും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടും, ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. യാ ലത്തീഫ് എന്ന് നിങ്ങൾ പതിവാക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആവശ്യങ്ങൾ നിറവേറാൻ 129 തവണ ചൊല്ലി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ടിപ്സുമായി കാണാം.